നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓറിയോ ഷേക്കാണ് ഉണ്ടാക്കുന്നത്. ഓറിയോ നമ്മൾ കുറേ പാക്കറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 കിലോ ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ഒരു അടിപൊളി ഷേക്ക് ഉണ്ടാക്കാം, വേനൽക്കാലമൊക്കെ അല്ലേ. അപ്പോൾ എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക, ഹിൽ ടോപ്പ് കിച്ചൺ. നമുക്കപ്പം ഈ പാക്കറ്റുകൾ ഓരോന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിലും കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളാണ്. ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ 5 കുഞ്ഞു പാക്കറ്റുകൾ. നിനക്ക് ഓറിയോ വലിയ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടമാണ്. ഷേക്ക് ആക്കാതെ ഒരെണ്ണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഇത് ഡയറക്റ്റ് പാക്കറ്റോട് ഇട്ട് നമ്മൾ ഷേക്ക് അടിക്കും. ഇത്ര ഓറിയോ എനിക്ക് കണ്ടിട്ടുണ്ടോ? ഇത്ര ഓറിയോ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഓറിയോ ഇപ്പം ഞെക്കി പൊട്ടിച്ച്. പിന്നെ ഷേക്കിനകത്ത് നമ്മൾ പൊട്ടിച്ചിട്ടിടുന്നത്. ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ പാക്കറ്റുകളും അങ്ങോട്ട് പൊട്ടിക്കാട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യണല്ലോ. കൊള്ളാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഓറിയോസ് മൊത്തം ഈ പാക്കറ്റുകളെല്ലാം ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ വലിച്ചു കയറി പൊട്ടിച്ചിട്ട്. നല്ല പാക്കറ്റ്. പാക്കറ്റിൻ്റെ അല്ലടാ, ഇങ്ങനെ ഇത്രയും ഓറിയോ ഇങ്ങനെ കൂടി കിടക്കുമ്പോഴേ പൊടിഞ്ഞ സാധനമൊക്കെ കഴിക്കാലോ. നല്ല രസമുണ്ട് കേട്ടോ. അതെ, വലിച്ചു കയറി മല പോലെ ഓറിയോ, മല പോലെ വാരി വരത്തില്ലാണ്. ഒന്ന് ഷേക്ക് കുടിച്ച് മടുക്കൂലടാ. അതെ, ഇത്ര ഓറിയോ ഒക്കെ തിന്നാ ഇതിന്റെ പരസ്യം കണ്ടിട്ടില്ലേ? ലിക്ക് ചെയ്യോ ഡങ്ക് ചെയ്യോ കാഡ്ബറി ഓറിയോ. പക്ഷേ കുറച്ച് പാലും കൂടെ വേണം. ഏത് ഷേക്ക് അടിക്കാൻ പോകണ എന്നോട്? ഓറിയോ ഇത് കാണുമ്പോഴുള്ള ഫീൽ എന്താടാ? ഇത് കാണുമ്പോഴുള്ള ഫീല് ഒരെണ്ണം എടുത്ത് കഴിക്കാം. അത് എല്ലാവർക്കും അങ്ങനെയല്ല തോന്നുന്നു. കഴിക്കേ. അപ്പൊ നമ്മുടെ ഓറിയോ ഫുള്ള് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് കൊണ്ടുപോയിട്ട് ഷെയ്ക്ക് അടിക്കണം നമുക്ക്. എൻ്റെ മോനെ, ഇത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഡങ്ക് ചെയ്യാനൊന്നും സമയമില്ല. ഇത്രയും സാധനം കൊണ്ടുപോയിട്ട് ഷെയ്ക്ക് അടിക്കാം. അടുത്തായിട്ട് അപ്പോൾ നമുക്ക് പാല് പൊട്ടിച്ച് നമുക്ക് എടുക്കാം. ഷെയ്ക്കിനുള്ള ബാക്കിയുള്ള ഐറ്റംസും കൂടെ റെഡിയാക്കണ്ടേ. പാല് കട്ടയാക്കി എടുത്താണ്. ഇപ്പം നമ്മുടെ ഇവിടെ പുറത്ത് കൊണ്ട് വെച്ചപ്പോൾ കുറച്ച് ചൂടായതാണ്. അതിനുമ്പോൾ ഫുള്ള് കട്ടയായിരുന്നു. അപ്പോൾ നമ്മുടെ പാൽ പാക്കറ്റുകളെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫുള്ള് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഈ പാത്രത്തിലേക്ക്. എല്ലാം ഇതുപോലെ കട്ടയായിരുന്നില്ല, പാലിപ്പ് വെള്ളം പോലെ. അടുത്തായിട്ട് നമുക്ക് കറക്റ്റ് ഒരു കൊക്കോ പേസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. കാരണം നമ്മുടെ ഇതിനൊരു നല്ല ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കാനാണ്. നമ്മുടെ കൊക്കോ ബീൻസാണ് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായത്. അത് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കണ്ടോ, ഉള്ളിൽ കറക്റ്റ് ആ കൊക്കോയാണ്. ഇത് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ തൊലിയൊക്കെ കളഞ്ഞ് റോസ്റ്റ് ചെയ്ത്
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ടോ, കൊക്കോ ബീൻസ് അരച്ചുകൊണ്ട് വന്നതാണ്. കറക്റ്റായിട്ട് കണ്ടോ, നല്ല സൂപ്പർ ഒറിജിനൽ ചോക്ലേറ്റ് പേസ്റ്റ്. മധുരമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് നല്ല ചോക്ലേറ്റിൻ്റെ ഒറിജിനൽ ഫ്ലേവർ കിട്ടും ഇതിൽ നിന്ന്. നല്ല കയ്പ കൊക്കോയുടെ ഒരു ഇത്. അപ്പോൾ കുറച്ച് മതി. അപ്പോൾ ഇത് നമുക്ക് സൈഡിലോട്ട് വെക്കാം, എന്നിട്ട് ഷേക്ക് അടിച്ച് തുടങ്ങാം. ആദ്യം നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഓറിയോ ഇടാം നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇതും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് കൊണ്ട് വെച്ചുകൊണ്ടാണ് കേട്ടോ, ഇങ്ങനെ ഒരു കുറച്ച് ലൂസായിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതിനകത്ത് ഭൂരിഭാഗം പേരും ചോക്ലേറ്റ് ഐസ്ക്രീമാണ് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് വാനില ഐസ്ക്രീമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പാല് കുറച്ചിട്ട് കൊടുക്കാം. കട്ട ഉണ്ട്, എന്നാലും ചെറിയ ചെറിയ ഇത് നോക്കിയിട്ട് പാലും ഇട്ട് കൊടുക്കാം. ഇത് വലിയ കട്ടയൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കുത്തി പൊടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചോക്ലേറ്റ് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഇതിന് നമുക്ക് മിക്സിക്കകത്ത് കൊണ്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷേക്ക് നമുക്ക് ഇങ്ങനെ മിക്സിക്കകത്ത് ആയതുകൊണ്ട് ഒരുപാട് അടിച്ചെടുക്കാനുണ്ട്. ഇതെല്ലാം നമുക്കിങ്ങനെ കറക്റ്റായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അടിപൊളി, നമ്മുടെ ഓറിയോ ഷേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല വെയിറ്റ് ആട്ടോ. അപ്പോൾ നമ്മുടെ ഓറിയോ ഷേക്ക് കണ്ടോ, എങ്ങനെയുണ്ടാ? നല്ല തെയ്യം പോലെ ഉണ്ട്. അതെന്താ നീ ഉദ്ദേശിച്ചത്? അതിൽ കലാവിരുത് കണ്ടില്ലേ? അത് ചുമ്മാ ഐസ്ക്രീം കുറച്ച് കോരിയിട്ടാണ് അതിന്. ഇനി അപ്പോൾ നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. കുറച്ച് ഓറിയോയുടെ പീസുകൾ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ. കണ്ടോ, ഓറിയോയുടെ പീസുകളും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഷേക്ക് അടിക്കുമ്പോൾ ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല. നമ്മൾ റിച്ചായിട്ട് വേണം. പിന്നെ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോൾ നമ്മുടെ ഗ്ലാസ് നമുക്കൊന്ന് നൈസായിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. ചുമ്മാ കുറച്ച് ചോക്ലേറ്റ് സോസ് ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് ഒഴിക്കാം നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ ഷേക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. നമ്മുടെ ഓറിയോയുടെ പീസ് ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് അത്യാവശ്യം ഹെവിയാണിത്. ഇനി നമുക്ക് ഒരു സൈഡിലില്ലടാ ചെറിയൊരു ഗാർണിഷ് പോലെ ഓറിയോ അങ്ങോട്ട് വെക്കാം. ഒട്ടിച്ച് വെക്കാം ആ ക്രീം വെച്ചിട്ട്. കണ്ടോ, കറക്റ്റ് അവിടെ ഇരുന്നോളും. നമ്മുടെ ഓറിയോ ഷേക്ക് റെഡി. അപ്പം ഇനി നമുക്ക് നൈസായിട്ട് കഴിച്ച് നോക്കാം അല്ലേ. അപ്പോൾ ഗാർണിഷ് ചെയ്ത ഗ്ലാസ് എന്നാ ആദ്യം അങ്ങോട്ട് കുടിച്ച് നോക്കിയോ. ഇനി ഞാൻ കുടിക്കാം. ഓ, മീശയിലൊക്കെ ആവില്ലടാ. അതെ, ഓറിയോയുടെ പീസും അടിപൊളിയില്ലേ. അതുകൊണ്ട് സാധനം ഹെവി. ഓറിയോ ഷേക്ക് നമുക്ക് എന്താ പറയാ, സംശയമില്ലാതെ പറയാം. മതി മതി. ഇതിനകത്ത് സ്പൂണിട്ട് കോരാനും പറ്റുമല്ലോ. അതെ, അവിടെ ഉടക്കിയിരിക്കും അത്. നോക്കാം. കണ്ട, ഇങ്ങനെ ഈ ചൂടത്ത് നമ്മുടെ പാറപ്പുറത്തിരുന്ന് ഓറിയോ ഷേക്ക് കഴിക്കുമ്പോഴുള്ള ഫീലുണ്ടല്ലോ എൻ്റെ മോനെ. മോനെ അന്യായ സാധനം. പക്ക ഒരു എന്താ പറയാ, ഓറിയോ ഷേക്ക്. അത് തന്നെ.
ആ ആലോചനയൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് വേറൊന്നും പറയാൻ കിട്ടുന്നില്ല. നിനക്ക് നന്നായിട്ട് നീ നാക്കടിച്ചിട്ട് പിന്നെ ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. നീ ക്യാമറ വെച്ചിട്ട് വാ, ഇത് ഒറ്റയ്ക്കൊന്നും കുടിക്കാൻ പറ്റില്ല. പാ എനിക്ക് ക്ലാസ് ഒന്നും ഇല്ല അപ്പോ ജഗ്ഗൊന്നും എടുക്കണ്ടെന്നാ. ഞാൻ ജഗ്ഗൊക്കെ എടുത്ത് കുടിക്കും കേട്ടോ. എനിക്ക് ക്ഷമ പരീക്ഷിക്കുന്നു. ക്ഷമ പരീക്ഷിക്കണല്ലോ, ഇത് തന്നെ ഒന്ന് കുടിച്ച് തീർത്താ മതി. നീ ജഗ്ഗ എന്തേലും എടുത്തതാ. അതോടെ ഇത് മൊത്തം നിനക്ക് തന്നെ. നീ ആവശ്യത്തിൽ കൂടുതൽ കുടിച്ചോ. പയ്യെ കുടിച്ചാൽ മതി, സമയമുണ്ട്. ഒരു ഓറിയോ ബിസ്ക്കറ്റ് പീസ് മൊത്തം അതല്ല കുഴപ്പമില്ല. സൈഡിലുള്ളത് കഴിക്കാൻ പറ്റൂട്ടോ, ഞാൻ ചുമ്മാ വെച്ചെന്നുള്ളൂ. ആ അത് ശരി. ഇതിനെക്കാട്ടിലും അടിപൊളി സാധനം അകത്തിരിക്കുമ്പോ എങ്ങനെയുണ്ട് എന്നിട്ട് കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇനി നീ പറയണമെന്നില്ല, ഗ്ലാസ് കൊണ്ട് കഴുകി വെക്കാന്നൊക്കെ. കുടിച്ചോണ്ടേ ഇരിക്കും. വേറെ ഇതിലൊന്നും പറയാനില്ല. നമ്മൾക്ക് ഡയലോഗ് പറയാനുള്ള ഇതൊന്നും ഇല്ല. വീണ്ടും സാധനം ഇഷ്ടപ്പെട്ടില്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അറിയാണ്ട് തന്നെ മനസ്സിലോട്ട് ഓടി വരും കുറച്ചുകൂടെ കുടിക്കാന്നുള്ളത്. ഇതിനകത്ത് ഇപ്പം നമ്മൾ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. കാരണം ഐസ്ക്രീം, അതുപോലെ തന്നെ ഓറിയോ ബിസ്ക്കറ്റ്, പാല്, പഞ്ചസാര, പിന്നെ നമ്മുടെ ചോക്ലേറ്റ് പേസ്റ്റ്, ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അല്ലാണ്ട് തന്നെ രസമായിരിക്കും. സെപ്പറേറ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ടേസ്റ്റാണ്. പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഷേക്ക് ആക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ അറിയാലോ. എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. സിമ്പിൾ ആണ് കാര്യം, ഇതിനേ ഉള്ളൂ. കാരണം ആർക്കും ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ. ഇത് പ്രത്യേകിച്ച് ഒരു ഇതൊന്നും അല്ല. നമ്മുടെ പിന്നെ വേനലൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് ഡ്രിങ്ക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞതും കൂടെ കൊണ്ടാണ് നമ്മൾ ഷേക്ക് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഷേക്കിൻ്റെ അഭിപ്രായങ്ങൾ താഴെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഹിൽ ടോപ്പ് കിച്ചൺ എന്നാണ് ഇൻസ്റ്റഗ്രാം. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പം ഇതിലും സൂപ്പർ ആയിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും പീസ്. ഞാൻ ഷേക്ക് കുടിച്ച് തീർക്കട്ടെ മൊത്തം. നീ ഒന്നും പറയണില്ലല്ലോ. ഷേക്ക് കുന്തം ഷേക്ക് കുടിച്ചോണ്ടിരിക്കല്ലോ, നീ കാര്യം പറ. ഷേക്ക് തൊണ്ടേ കൊടുക്കുന്നു ഡയലോഗ് പറയാം. നീ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പറയണ്ട. ഞാൻ തന്നെ ഇരുന്ന് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത് കാണുമ്പോ ചെയ്തോളൂ. ഓക്കെ. അപ്പൊ എന്നാ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ എന്നാ അടുത്ത വീഡിയോ കാണാം. തീർത്താ എന്റെ മോനെ, എനിക്കത് കുറച്ച് കുടിച്ചപ്പോ തന്നെ മതിയാടാ. നേരത്തെ കുറച്ച് കഴിച്ചായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. അതിനിപ്പോൾ ആ ഒരു കണ്ട ആവേശത്തിലും അത് ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു ഇതിൽ ഭയങ്കരമായിട്ട് കഴിച്ചായിരുന്നു. അപ്പോൾ എന്നാൽ വീഡിയോ നിർത്താറ്. അതെ. അപ്പോൾ നമുക്ക് ഇനി ഒന്നും പറയാം.